മറ്റൊരു എല്ലാവർക്കും സ്വാഗതം. മെരിയിൽ കൂടി സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കുന്നത് ഹൊറർ ഗെയിം ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ഹൊറർ ഗെയിമിൻ്റെ പേര് കിക്കോഷ്ക്. അപ്പം ആ ഒരു ഗെയിമാണ് ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം ആരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നോക്കിയതായാലും നേരെ ഗെയിം പ്ലേയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഡേ 1 ആണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതായാലും ഒരു കടയുടെ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇവിടെ ഗൈസ് ഒരു ട്രേഡ് നോട്ടുണ്ട്. നമുക്ക് അവിടെ ഏതായാലും തുടങ്ങാം ഗൈസ്. ഐ തിങ്ക് ഐ ഫോളോ മീ ഹോം വെരി നൈറ്റ്. നമ്മൾ നൈറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ഇവർ എന്തോ എഴുതി വെച്ച് ഗൈസ്. ഗൈസ് എവിടെയോ മണി അടിക്കുന്ന ബെല്ലടിക്കുന്ന സൗണ്ട് ഗൈസ്. എവിടെയാ ഇതാണ് ഗൈസ് ബെല്ലടിക്കുന്നത്. ആൻസർ ഹലോ, ഹേയ് കിഡോ. ഹേയ് കിഡെന്നോ എന്തൊക്കെ ഗൈസ് പറയും. യുവർ ബോസ്. ബോസ് ഗൈസ് നമ്മൾ വിളിക്കുന്നത്. ഗുഡ്. നമ്മൾ ഫസ്റ്റ് ഡേ ഗൈസ്. ഇത് നമ്മൾ ഈ കടയിലെ ഫസ്റ്റ് ഡേ ആണെന്ന് പറയുന്നത്. ലാസ്റ്റ് ഡേ ഡിഡ് വെരി വിൽ ഗൈസ് എങ്ങനെ ഓടിച്ചു പോകുന്നു ഗൈസ്. ഇപ്പം റെസിപ്പി നമ്മൾ കുക്ക് ബുക്കൊക്കെ ഉണ്ട്. നമ്മൾ ആ ബുക്കിൽ കയറി നമ്മൾ പഠിക്കണം അതെല്ലാം. അപ്പം 12 മണി വരെയാണ് നമ്മുടെ നമ്മുടെ സമയം എന്ന് പറയുന്നത്. ശേഷം കട്ടാക്കി ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും ഗൈസ് ഇപ്പം നമ്മുടെ എല്ലാതും വന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും ഇവിടെ ഒരു കുക്ക് ബുക്കുണ്ട് എന്തോ ഗൈസ്. അപ്പം ഞാൻ ഗൈസ് എല്ലാം പഠിച്ചിട്ട് വരാം. അപ്പം ഗൈസ് നമ്മളേതായാലും പഠിച്ചിട്ടെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ചേച്ചി വന്ന് നിൽക്കുന്നുണ്ട് ഗൈസ്. എന്താ ചേച്ചി വേണ്ടത്? ഹേയ് ഡോണ്ട് ഡു അറൗണ്ട് മീ. യു മോസ്റ്റ് ബി ദെൻ ലോങ്. എനിക്ക് വിശക്കുന്നെന്നാണ് വയസ്സ് പറയുന്നത്. ഒരു ഹോട്ട് ഡോഗ് ഉണ്ടാക്കി തരാനാണ് വയസ്സ് പറയുന്നത്. നമുക്ക് ചേച്ചിക്കൊരു ഹോട്ട് ഡോഗ് ഉണ്ടാക്കി കൊടുക്കാം ഗൈസ്. ചേച്ചി ഹോട്ട് ഡോഗ് അല്ലേ വേണ്ടത്? എനിക്കൊരു ഹോട്ട് ഡോഗ് മതി. അപ്പോൾ ഗൈസ് നമുക്ക് ഏതായാലും ചേച്ചിക്കൊരു ഹോട്ട് ഡോഗ് ഉണ്ടാക്കാം ഗൈസ്. അപ്പോൾ ഞാനെല്ലാം പഠിച്ചായിരുന്നല്ലോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഹോട്ട് ഡോഗിന് ഗൈസ്. എന്താ ചേച്ചി എന്നെ തന്നെ എന്താ ചേച്ചി ഇങ്ങനെ തന്നെ നോക്കുന്നു? ചേച്ചി അങ്ങനെയൊന്നും നോക്കല്ലേ ഗൈസ്. അപ്പം ഇവിടെ വേണ്ട ബോർഡുണ്ട് ഗൈസ്. അപ്പം ബോർഡിൽ നമുക്ക് എന്ത് വേണേലും എഴുതാം ഗൈസ്. ഇതൊരു ഹൊറർ ഗെയിമും കൂടിയാണ് ഗൈസ്. അപ്പം അതാണ് നമുക്ക് ഒരു പേടി ഗൈസ്. ഇപ്പം പുറത്ത് നല്ല മഴയാണ്. കുഴപ്പമില്ല ഗൈസ്, എല്ലായിടത്തൊക്കെ മഴ. നമുക്ക് ഏതായാലും ഗൈസ് ഇവിടെ വെക്കാം. ഇത് ഹോട്ട് ഡോഗിൻ്റെ എന്ത് വരുന്ന ഗൈസ് പാക്കേജാണ് എന്ത് വരുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഗൈസ് നേരെ പോയി നൈഫ് എടുക്കണം ഗൈസ്. ഒന്ന് കത്തി എടുക്കണം. കത്തി എടുത്തിട്ട് വന്നിട്ട് ഇതെങ്ങോട്ടാണ് ഞാൻ പോകുന്നത് ഗൈസ്? ത്രൂ ചെയ്യണം. അപ്പം ഇങ്ങനെ ഇത് മുറിഞ്ഞ് കിട്ടും ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവിടെ ചൂടാക്കാനുള്ള ഐറ്റമാണ് ഗൈസ്. അവിടെ ചൂടാക്കണം. അപ്പോഴേക്ക് ആ സമയത്ത് നമ്മൾ ബണ്ണെടുക്കണം ഗൈസ്. ബണ്ണെടുത്തിട്ട് ഇവിടെ വെക്കണം. അപ്പം നിങ്ങൾക്ക് ഇത് കൂടി റെസിപ്പി അറിയാൻ വേണ്ടിയാണ് ഗൈസ് ഞാനിങ്ങനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളേതായാലും ഇതൊക്കെ ഒന്ന് വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. ഇപ്പോൾ നമ്മുടെ കുക്കായിട്ടുണ്ടോയെന്നാണ് നോക്കുക. ഏതായാലും ഗൈസ് സാധനം എടുത്ത് നമ്മൾ നേരെ ഇതിനകത്തേക്ക് വെക്കുന്നു. ഹോട്ട് ഡോഗ് റെഡി ഗൈസ്. ഇപ്പം ചേച്ചിക്ക് നമുക്ക് കൊടുക്കാം. ചേച്ചി ഇന്ന് പിടിച്ചോ. താങ്ക് യു സോ മച്ച്. ഹിയർ ഹിപ്പ് ദ ചേഞ്ച് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ പൈസ വന്നിട്ട് ചേച്ചി പോയി ഗൈസ്. അപ്പം എൻ്റെ ഇവിടെ റിങ്. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പം നിങ്ങളേതായാലും ഗൈസ് നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളേതായാലും ഇത് ലൈക്ക് കണക്ക് തോന്നുന്നില്ല ഗൈസ്. അപ്പം
ഞാൻ ഒരു കാര്യവും കൂടി മറന്നുപോയി ഗൈസ്. 2000 years later. ഗൈസ് സബ്സ്ക്രൈബ് ഗൈസ്, സബ്സ്ക്രൈബ്. അപ്പം നിങ്ങളേതായാലും സബ്സ്ക്രൈബ് അടിക്കുക, സബ് ചെയ്യുക. അപ്പം നമുക്ക് ഏതായാലും ഗൈസ് തൻ്റെ ഈ ചേട്ടനെ വേണോ നിന്ന് വരച്ചു തരാം. ചേട്ടാ തൻ്റെ അങ്ങോട്ട് കൊണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് അതിലിത് മാറ്റാം. നമുക്ക് ചേട്ടാ എന്നാ വേണ്ടത്? എനിക്ക് വിശക്കുന്നു. ഈ നല്ലൊരു ബർഗർ ഇങ്ങോട്ട് എടുത്ത്, ഈ കടയിലെ ഫേമസ് ബർഗർ, നല്ല ചീസൊക്കെ ഇട്ടത് തന്നെ വേണം കേട്ടല്ലോ, ഇല്ലെങ്കിൽ തലകൊണ്ട് അടിച്ചു വിട്ടത്. അപ്പോൾ ഗൈസ് നമ്മുടെ ചേട്ടന് ബർഗർ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് ബർഗർ ചീസ് ബർഗറാണെന്നാണ് പറയുന്നത്. അപ്പോൾ ബർഗറിനായിട്ട് നമുക്ക് ഗൈസ് ബണ്ണ് വേണം. ബണ്ണ് നമ്മളിവിടെ കൊണ്ട് വെക്കണം. അപ്പോൾ ബണ്ണ് ഇവിടെ വെച്ച് കഴിച്ച് നമ്മുടെ ചിക്കനുള്ള ഗൈസ്, ചിക്കൻ ഫ്രിഡ്ജിനകത്ത് നിന്ന് എടുക്കണം ഗൈസ്. ഇതല്ല നമ്മുടെ ചിക്കൻ, ഇത് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ട് ഗൈസ് നമുക്ക് ഇവിടെ ഏതെല്ലാം കൊണ്ടേ വെക്കാം. അത് താഴെ വീണു ഗൈസ്. അപ്പോൾ ഗൈസ് ഇതൊരു ബർഗർ കടയാണ്. അപ്പം നിങ്ങൾക്ക് ഏതായാലും ഗൈസ് ഓർഡർ വല്ലതും ഉണ്ടെങ്കിൽ, വീട്ടിൽ വല്ലതും എത്തിക്കണമെങ്കിൽ റോണീസ് ഇൻ ദ മാക്സ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം നമ്പറിൽ വിളിച്ചാൽ മതി ഗൈസ്. അപ്പം വേഗം ഒന്ന് വീട്ടിലെത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ ഗൈസ്. അപ്പം ചീസ് എടുക്കണം ഗൈസ്. അപ്പോൾ ഇതൊന്ന് റെഡിയാകട്ടെ. കുക്കാക്. അപ്പോൾ ഗൈസ് നമ്മുടെ സാധനം ഏതായാലും പെട്ടെന്ന് കുക്കാം ഗൈസ്, അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഗൈസ് ഇത് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഡ്രോപ്പ് ചെയ്തതിന് ശേഷം ഗൈസ് നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഗൈസ് ഇതുണ്ട്, നമ്മുടെ ചീസ് പാക്കറ്റ്. ഇപ്പോൾ നമുക്ക് ചീസ് പാക്കറ്റ് കൂടി എടുക്കാം. നമുക്ക് ഗൈസ് തൊട്ടപ്പഴ ഗൈസ് അതാണ് ഗൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നമുക്ക് ഈ സാധനം എടുത്തിട്ട് ഗൈസ് നമ്മുടെ ബർഗർ ഏതായാലും ചീസ് ബർഗറാണ് ഗൈസ്. അപ്പം ഇതൊക്കെ ചേട്ടന് കൊടുക്കാം. മോനെ നല്ലതായിരുന്നു. early you or then after here you go. I left a little trip there for you. അപ്പോൾ ഗൈസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടൻ ഏതായാലും പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഏതായാലും മണി എടുക്കാം ഗൈസ്. അപ്പം ഇതാണ്ട് ഇവിടെ എല്ലാം ഗൈസ് മണ്ണും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. ഇപ്പം പേടിച്ചു പോലെ ചേട്ടൻ കണ്ണാടിയൊക്കെ വെച്ച്. എൻ്റെ മോനെ ചേട്ടൻ സൂട്ടൊക്കെ ഇട്ട് മഴയത്തൊക്കെയാണ് ഗൈസ് ചേട്ടൻ വരുന്നത്. എന്താണെന്ന് അറിയത്തില്ല ഗൈസ്, മണി അടിച്ച് കളിക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഗൈസ് ചേട്ടനോട് മോനെ നമുക്ക് ഒരു ബർഗറും പിന്നെ ഒരു ഹോട്ട് ഡോഗും ഇങ്ങോട്ട് എടുത്ത്, നന്നായിട്ട് വിശപ്പുണ്ട്. നല്ല കെച്ചപ്പൊക്കെ ഒഴിച്ച് തന്നെ വേണം കേട്ടോ. അപ്പോൾ ഗൈസ് ചേട്ടന് നല്ല വിശപ്പുണ്ട്. അപ്പോൾ അത് കാരണം ഒരു ബർഗറും ഒരു ഹോട്ട് ഡോഗും നല്ല സോസൊക്കെ ഒഴിച്ച് വേണം ഗൈസ് ചേട്ടന് കൊടുക്കാൻ. അപ്പം അത് നമുക്ക് സെറ്റാക്കാം ഗൈസ്. അപ്പം അതിന് മുമ്പ് നമുക്ക് ഏതായാലും ഗൈസ് ഒരു ഹോട്ട് ഡോഗ് എടുക്കാം. ഹോട്ട് ഡോഗ് എടുത്തിട്ട് ഇവിടെ വെക്കാം. പിന്നെ നമുക്ക് നമ്മൾ അപ്പോൾ ഗൈസ് നമ്മുടെ ബർഗറിൻ്റെ സാധനവും നമുക്കിവിടെ വെക്കാം ഗൈസ്. ബർഗർ നമുക്ക് ഇവിടെ വെക്കാം. ഗൈസ് ആദ്യം ചേട്ടന് ഹോട്ട് ഡോഗ് നമുക്ക് സോസൊക്കെ ഒഴിച്ച് നല്ല വൃത്തിക്ക് കുറച്ച് കൂടുതൽ ഒഴിച്ചേക്കാം. ചേട്ടൻ കുറച്ച് കൂടുതലങ്ങ് ഒഴിച്ച് നമ്മൾ കുറച്ച് കൂടുതലങ്ങ് ഒഴിച്ചു. നേരത്തെ കണ്ടോ ഗൈസ്, എൻ്റെ ബോട്ടിക് ഫ്ലിപ്പാണ്, ആരും അറിയത്തില്ല ഗൈസ്. ഹോട്ട് ഡോഗ് കെച്ചപ്പൊക്കെ ഒഴിച്ചു ചേട്ടാ ഞാൻ പിടിച്ചു ചേട്ടാ. അപ്പോൾ നമ്മുടെ ഒരെണ്ണം കട്ടായിട്ടുണ്ട്. ഇനി അടുത്തത്. അപ്പോൾ നമുക്ക് മണ്ണ് ഏതായാലും ഇവിടെ എടുത്തിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ചത് കൊടുക്കാം ഗൈസ്. ചേട്ടാ കുറച്ച് കെച്ചപ്പ്. അപ്പം ചേട്ടന് ഗൈസ് കെച്ചപ്പ് എടുത്തത്. താങ്ക് യു മോനെ.
നിൻ്റെ ഫുഡ് ബെസ്റ്റ് സാധനം, ഗ്രേറ്റ് ജോബ്, വെയിറ്റ് ബിഹൈൻഡ് യു. അങ്ങനെ പറഞ്ഞു എന്തോ ചേട്ടൻ. എന്താ ചേട്ടാ പറഞ്ഞത്? എന്താ? ആ ചേട്ടൻ പോയോ? എന്തു പറ്റി? ചേട്ടൻ ഇവിടെ എന്തോ വെയിറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ആ ഗൈസ് എന്തായാലും ഗൈസ് കരണ്ട് പോയി. കരണ്ട് പോയി. എനിക്കറിയത്തില്ല ഗൈസ്, കരണ്ട് പോയി. എന്നാ പരിപാടിയാണ് ഗൈസ് അത്? എനിക്കറിയത്തില്ല ഗൈസ്. ഇതാണെന്ന് തോന്നുന്നു പ്രശ്നം. എനിക്കറിയത്തില്ല, എനിക്ക് പേടിയാവുന്നുണ്ട്. കുഴപ്പമില്ല ഗൈസ്, നമുക്ക് ഏതായാലും ഓപ്പൺ ചെയ്ത് കാണാനിരിക്കുന്ന കുഴപ്പമില്ല. നമുക്കേതായാലും ഗൈസ് സാരമില്ല. കരണ്ട് പോയ ഗൈസ്. ഇപ്പം ചേട്ടൻ ഗൈസ് വേറൊരു ചേട്ടൻ വന്നിട്ടുണ്ട്. എന്നാ ചേട്ടാ വേണ്ടത്? ഗൈസ് ചേട്ടനോട് എന്താ? ഓ ഐ ലവ് സ്മെൽ ഓഫ് റെയിൻ. ഒരു ഹോട്ട് ഡോഗ് വേണം മോനെ, അത് കെച്ചപ്പിട്ടത്. പിന്നെ ഒരു സോഡായും മതി. ഗൈസ് നമ്മുടെ ചേട്ടനൊരു എന്തായിരുന്നു, ഹോട്ട് ഡോഗും ഒരു സോഡായും ഗൈസ്. അപ്പോൾ നമുക്കേതായാലും ആദ്യം ചേട്ടന് ഒരു സോഡ എടുത്തു കൊടുത്തേക്കാം ഗൈസ്. താഴെ വീണ് ഗൈസ് സോഡ. കുഴപ്പമില്ല ചേട്ടാ, ഇന്ന് ചേട്ടാ ഗൈസ് ചേട്ടനൊരു സോഡ. ചേട്ടനൊരു സോഡ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടനൊരു ഹോട്ട് ഡോഗ് വേണം ഗൈസ്. അപ്പം ഹോട്ട് ഡോഗ് എന്ന് വെച്ചാൽ നമ്മുടെ ക്യാബേജ് ഇട്ട ഹോട്ട് ഡോഗാണ് ഗൈസ് ചേട്ടന് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചേട്ടന് ഇഷ്ടമുള്ള ഹോട്ട് ഡോഗ് ഞങ്ങൾ തരും. അതാണ് ഈ കടയിലെ പ്രത്യേകത. അതാണ് ഈ കടയുടെ പണ്ട് തൊട്ട് ഈ കടയെന്ന് പറയുന്നത് കസ്റ്റമറിന് ഇഷ്ടമുള്ള സാധനമേ ഞങ്ങൾ കൊടുക്കാറുള്ളൂ ചേട്ടാ. അങ്ങനെയാണ് പണ്ട് തൊട്ടേ, അതങ്ങനെയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മളേതായാലും വന്നിട്ടുണ്ട്. നമുക്കേതായാലും ഗൈസ് നമ്മുടെ ചേട്ടനൊരു ഹോട്ട് ഡോഗ്, നമ്മളത് ഗൈസ് ഹോട്ട് ഡോഗിൻ്റെ മറ്റേ സാധനം അത് ഗൈസ് ഇവിടെ ഇരിക്കുക. നമുക്കേതായാലും ഗൈസ് ഹോട്ട് ഡോഗ് ഏതായാലും ഫ്രൈ ചെയ്തെടുക്കാം ഗൈസ്. മുമ്പ് ഏതായാലും ഗൈസ് ഉണ്ട് ഇവിടെ ഒരു ഇത് ബണ്ണോ അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ഗൈസ്. ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾ ഉടനെ ഫ്രൈ ആകുന്നൊരു കടയാണ് ഇത്. 5 മിനിറ്റ് പോലും വേണ്ട ഗൈസ്. അതാണ് എൻ്റെ ഹോട്ട് ഡോഗ് റെഡിയായി. ചേട്ടാ ഇന്നാട്ടെ പിടിച്ചോ. കെച്ചപ്പ് ഉണ്ടായിരുന്നു ഗൈസ്. ചേട്ടാ സോറി കേട്ടോ, അത് നമ്മൾ അറിയാൻ മറന്നുപോയി. സോറി. അപ്പോൾ ചേട്ടന് ഗൈസ് ഒരു ഇതും കൂടി വേണമെന്നാണ് തോന്നുന്നത്. അപ്പം ചേട്ടന് ഗൈസ് നമുക്ക് ഒരു അപ്പോൾ ഗൈസ് നമ്മുടെ ബണ്ണ് ഏതായാലും തീരാറായെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഏതായാലും ഗൈസ് ഇത് ചൂടായിട്ട് വരട്ടെ. അപ്പം അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ക്യാബേജ് എടുത്ത് ഇവിടെ വെക്കാം ഗൈസ്. ചൂടായിട്ട് ചൂടായോ ഇത്രയും പെട്ടെന്ന്? നമ്മൾ ഗൈസ് അത് പെട്ടെന്ന് അതേ പറഞ്ഞില്ലായിരുന്നു ഞാൻ എപ്പോഴേ. ഉണ്ട് ഹോട്ട് ഡോഗ് കെച്ചപ്പ് ഒഴിക്കാം. നമ്മൾ ഗൈസ് കെച്ചപ്പ് ഒഴിച്ചില്ല, അതാണ് ചേട്ടാ സോറി കേട്ടോ. നമ്മൾ ചേട്ടാ കെച്ചപ്പ് ഒഴിച്ച്. ഇതാണ് ഗൈസ് ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇതാണ് ഹോട്ട് ഡോഗ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം ചേട്ടാ ഇത് നല്ല ടേസ്റ്റ്. ഇപ്പോഴത്തെ നമ്മൾ പുതിയ സാധനം. താങ്ക് യു മോനെ. What happened to him? You do not know. No. He was my friend and thing here would. But then one day here because parent. Last time I lost him. I would really see fear in this eyes. Always. ഗോട്ടാഗോ അങ്ങനെ കണ്ട പറഞ്ഞിട്ട് ഗൈസ് നമ്മുടെ ചേട്ടൻ ഏതായാലും സ്ഥലം വിട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഏതായാലും ഇവിടെ മണി അടിച്ച് കളിക്കാം. മണി ഗൈസ്. ഇപ്പം ഇവിടെ ഏതായാലും ഗൈസ് നമുക്ക് ഏതായാലും അടുത്ത ചേട്ടൻ വന്നു. ചേട്ടാ ചേട്ടാ. ഹേ ദേർ. എക്സിറ്റ്.
I just finished a 20-hour shift at the factory and now I am heading home to my wife and kids. ഒരു ഹോട്ട് ഡോഗ്, ചേട്ടനൊരു ബർഗറും ഒരു ഹോട്ട് ഡോഗും വേണമെന്നാണ് പറയുന്നത്. അപ്പം ചേട്ടനൊരു ബർഗർ, ഇത്രയും സാധനം വേണോ ഗൈസ് ചേട്ടന്? പാഴ്സലായിരിക്കും ഗൈസ്. അതുകൊണ്ട് ചേട്ടനൊരു ബർഗർ എടുക്കണം ഗൈസ്. അപ്പം ബർഗറിന് നമ്മൾ ഗൈസ് ഇവിടെ ഒരു ബർഗർ പാക്കേജ് ഉണ്ട് ഗൈസ്. അപ്പം അത് നമ്മൾ എടുക്കണം ഗൈസ്. അത് എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കണം. അയ്യോ, അത് തെറിച്ച് പോയി. ഗൈസ് അപ്പം നമുക്ക് ബർഗർ പാക്കേജ് ഗൈസും ഇവിടെ ഏതായാലും കിട്ടും. അപ്പം ഡബ്ബാണ് നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇപ്പം മണ്ണ് നമുക്ക് ഇവിടെ ഏതായാലും വെക്കാൻ. ചേട്ടന് പാഴ്സലാണ്. എത്ര ചേട്ടാ പാഴ്സൽ? ഒരെണ്ണമല്ല, 6 മതി ചേട്ടാ. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ ചേട്ടൻ. വെയിറ്റ് ചെയ്യൊന്നും വേണ്ട ചേട്ടൻ, ഇപ്പം തന്നെ റെഡിയാകും ചേട്ടാ. ഒരു ചീസ് ബർഗർ അല്ലേ? അപ്പോൾ ചേട്ടാ അതിപ്പം തന്നെ ഞങ്ങൾ റെഡിയാക്കി തരാം ചേട്ടാ. അതിപ്പം തന്നെ റെഡിയാക്കി. ചീസ് നമ്മൾ ബർഗറിന് അപ്പോൾ ഒരു ചീസ് ബർഗർ ചേട്ടനോട് തന്നെ വേണം. അപ്പം നമുക്ക് ഏതായാലും നൈഫ് എടുക്കുക. നമ്മൾ നൈഫ് എടുക്കുക, ത്രോ ചെയ്യുക. നമ്മളിവിടെ എടുത്തിട്ട് കേസ് ഇവിടെ ഇടുക. ചേട്ടാ ഇപ്പം വെയിറ്റ് ചെയ്യുക കേട്ടോ ചേട്ടാ. കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്താൽ മതി, നമ്മളിപ്പം ഉണ്ടാക്കി തരും. അപ്പം ചേട്ടനെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. ഇപ്പം റെഡിയായി ചേട്ടാ. 5 മിനിറ്റേ ഉള്ളൂ. നമ്മളിപ്പം റെഡിയാക്കി തരും പറഞ്ഞാൽ തരും. പിന്നെ കുറച്ച് കെച്ചപ്പല്ലേ ചേട്ടന്? കെച്ചപ്പാണോ വേണ്ട? കെച്ചപ്പ് എന്നാൽ അതും കൂടെ നമ്മൾ തരും. അത്രേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ ഗൈസ് നമ്മുടെ ചേട്ടൻ ഏതായാലും ഗൈസ് കെച്ചപ്പിട്ടൊരു ഇത് വേണമെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഏതായാലും ചേട്ടാ നമ്മൾ ഒരെണ്ണം ഏതായാലും ചേട്ടന് കൊടുത്തിട്ടുണ്ട്. അത് പാഴ്സലാണ്. പിന്നെ നമുക്കൊരു 3 ഒരു മഷ്റൂമിൻ്റെ എന്താ മഷ്റൂമെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായില്ല. അതും അവിടെ ഉണ്ടായിരിക്കും. ഇതാണ് ഗൈസ് ഇതായിരുന്നു മറ്റേ ഗൈസ് ചീസിൻ്റെ എന്തൊരു ഇതിനാണ് അവർ പറയുന്നത്. എനിക്കറിയത്തില്ല ഗൈസ്, അറിയത്തില്ലായിരുന്നു. നമുക്ക് ഏതായാലും ഗൈസ് ഒരു ബർഗറിൻ്റെ ഇതും ഗൈസ് നമുക്ക് ഏതായാലും ഇതും കൂടി ഇവിടെ വെക്കാം. പിന്നിട്ട് നമുക്ക് ഗൈസ് നമ്മുടെ അത് ചില്ല് ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഇതിനുള്ള സാധനം നമുക്ക് ഏതായാലും ഒന്നെടുക്കാം ഗൈസ്. വന്നിട്ട് നമുക്ക് നമ്മുടെ ഏതായാലും കരിഞ്ഞു പോകാതെ നോക്കണം ഗൈസ്. കരിഞ്ഞു പോകാതെ ഒത്തിരി ആയാലുണ്ടല്ലോ ഗൈസ് ചിലപ്പം. അപ്പം നമുക്ക് ഏതായാലും ഗൈസ് ഇതൊക്കെ ആയിരുന്നു. ചീസും കൂടി വേണം ഗൈസ്. ചേട്ടാ ചീസ് വേണോ? അത് ചീസ് വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ ചേട്ടാ, ഞങ്ങൾ തരും. ഞങ്ങൾ ഇവിടുത്തെ വേണ്ട ബർഗറിന് ചേട്ടന് ചീസ് വേണം, പിന്നെ കുറച്ച് ഇതും വേണം. പക്ഷെ ഇപ്പോൾ ചേട്ടൻ എന്ത് പറയുന്നു അത് ഞങ്ങൾ തരും ചേട്ടാ. അപ്പോൾ അടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഹോട്ട് ഡോഗാണ് ചേട്ടന് വേണ്ട. അപ്പം ഹോട്ട് ഡോഗിനുള്ള സാധനങ്ങൾ നമുക്ക് 2 നമ്മൾ ഇവിടെ ഇടുന്നു. ബണ്ണെടുക്കുന്നു. ബണ്ണെടുക്കും ഗൈസ്. ബണ്ണെടുത്തിട്ട് ഇവിടെ വെക്കുന്നു. അപ്പോഴത്തേക്കും അതായി കാണും. ഈ ഹോട്ട് ഡോഗിനാണ് കുറച്ച് ഇത് എന്ന് വെച്ചാൽ ഹോട്ട് ഡോഗ് കുറച്ച് ഇതാണ് ഗൈസ്. അപ്പം നമുക്കേതായാലും ഹോട്ട് ഡോഗിന് എന്തായിരുന്നു ഇതും വേണം അല്ലേ? ഇത് നമ്മുടെ ക്യാബേജ് ഇല വേണം. അപ്പം നമുക്കൊരു ക്യാബേജും കൂടി ഇട്ട് വെക്കാം. ക്യാബേജ് ഇട്ടിട്ട് നമുക്ക് ഇത് അപ്പം നമ്മുടെ ചേട്ടന് ഇതും നേട്ടാ എടുത്തോ. അപ്പം അടുത്ത റെഡി. ഇനി ഒരു ഹോട്ട് ഡോഗും കൂടി, അതും കെച്ചപ്പിട്ടത് ചേട്ടന് കൊച്ചുങ്ങൾക്ക് കൊടുക്കാനായി. അപ്പം ചേട്ടന് നമുക്ക് ഹോട്ട് ഡോഗിൻ്റെ ബണ്ണ് ഏതായാലും അവിടെ നിന്ന് എടുക്കുക, അല്ല ഇവിടെ നിന്ന് എടുക്കുക.
ഗൈസ് ഹോട്ട് ഡോഗിൻ്റെ അത് നമ്മളേതായാലും എടുത്തിട്ടുണ്ട്. പിന്നെ അത് കെച്ചപ്പ്, ചീസ്, അത് ലീഫ് കിട്ടിയതാണ് ഗൈസ്. അപ്പം ലീഫ് ഒരെണ്ണമുണ്ട്. നമ്മുടെ എല്ലാം തീർന്ന് ഗൈസ്. അപ്പം നമുക്കേതായാലും വേണ്ട ഗൈസ്. ഇത് ലീഫ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കെച്ചപ്പ് നമ്മൾ അത് പറയാൻ ആവശ്യം നമ്മൾ വേണ്ട ഇങ്ങനെ ഒഴിക്കുന്നു. ചേട്ടാ നമ്മുടെ കെച്ചപ്പ് ഏതാ എന്നായിട്ട് പിടിച്ചോ. താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് യു ലൈക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ചേട്ടൻ ഏതായാലും പോയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ ചേട്ടൻ ഏതായാലും പോയിട്ടുണ്ട്. അടുത്ത ചേട്ടൻ വന്നു ഗൈസ്. അപ്പം അടുത്ത ചേട്ടൻ എന്തൊക്കെയാണ് വേണ്ടത്? ഹേയ്, ഡു യു ലൈക്ക് ആനിമലോ? എന്താ ഫൗണ്ട് പ്രസൻറ്റ് ക്യാറ്റ് പേഴ്സൺ സ്മോൾ ഡോഗ്. ഞാനൊക്കെയല്ലേ പറയുന്നത്. ബർഗർ ആൻഡ് ബിയർ. ചേട്ടനെ 2 ബിയർ കൊടുക്കാനാണ് പറയുന്നത്. ചേട്ടൻ അടിക്കുന്നതൊക്കെയാണ്. ചേട്ടനെ കണ്ടാൽ പറയത്തില്ല ഗൈസ് ചേട്ടൻ അടിക്കുന്ന ആളാണെന്ന്. ചിലപ്പം ചേട്ടന് എങ്ങനത്തെ ഉള്ള ഇതാണെന്ന് നമുക്കറിയത്തില്ലല്ലോ ഗൈസ്. അപ്പം ചേട്ടൻ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം ഗൈസ്. ഇപ്പോൾ 2 ബിയർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേട്ടനൊരു ബർഗർ, ചീസുള്ള ബർഗർ. അതല്ല ചേട്ടാ ബർഗർ. ചേട്ടൻ പറഞ്ഞാൽ മതി, ഞങ്ങളത് തരും. നമ്മുടെ ബർഗർ ഏതായാലും ഇവിടെ വെക്കാം. അതും ഇതായിരുന്നു നമ്മുടെ ചീസുള്ള ബർഗർ. അപ്പോൾ ചീസ് നമുക്ക് അവിടെ നിന്ന് എടുക്കാം. നമ്മൾ പാക്കേജ് എല്ലാവരും എടുത്തിട്ടുണ്ട്. നമുക്ക് ഏതായാലും ഇവിടെ ഇടുക. ഓ എൻ്റെ പൊന്നെ, അത് സീനായിരുന്നു ഗൈസ്. അപ്പം നമ്മളേതായാലും ചീസ് എടുത്തുകൊണ്ട് അത് പോയി. അത് കുഴപ്പമില്ല ഗൈസ്. നമുക്ക് അതാണ് നമ്മുടെ എന്തൊക്കെയായിരുന്നു ഗൈസ്. നമുക്ക് ബോർഡ് ചീസും പിന്നെ നമ്മുടെ ക്യാബേജ് ഏതായാലും ഇവിടെ ഉണ്ട്. ക്യാബേജ് ഗൈസ് ഉണ്ടോ ഗൈസ്? ഇത്രേ ഉള്ളൂ കണ്ടോ. ക്യാബേജ് നമുക്ക് റെഡിയായി കിട്ടും. പിന്നെ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ബർഗറിനുള്ള ഇത് പീസ് ഈ സോഡയൊന്നും നമ്മൾ കളയാൻ പാടില്ല. ഇതൊക്കെ ഇവിടെ വെക്കണം നമ്മൾ. ഇല്ലെങ്കിലുണ്ടല്ലോ പ്രശ്നമാകും. അതാണ് പ്രശ്നം. നമുക്ക് അതറിയത്തില്ല ഗൈസ്. നിങ്ങൾക്കൊന്നും അറിയത്തില്ല ഗൈസ്. അതാ നമ്മൾ ഇങ്ങനെ എൻ്റെ പോനെ ഒരടിക്കല്ലേ ഗൈസ്. ഇങ്ങനെ കണ്ടോ, ഇതൊക്കെയാണ് ഇങ്ങനെ പച്ചക്ക് എടുത്ത് വെക്കല്ലേ ഗൈസ്. നമ്മൾ ഫ്രൈ ചെയ്ത് കുക്ക് ചെയ്തിട്ട് എടുക്കണം ഗൈസ്. ഇല്ലെങ്കിലുണ്ടല്ലോ അത് നമ്മൾ പോവും ഗൈസ്. ഇപ്പം നമ്മളേതായാലും എടുക്കാൻ കുക്കായോ ഗൈസ്. ഇപ്പോൾ ഞാൻ മാറുന്നു. ഇപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ചീസ് എടുക്കുക. എന്താ ചേട്ടാ പ്രശ്നം വല്ലതും ഉണ്ടോ? ഇല്ല. ഒരു ലീഫ് എടുക്കുക. അത്രേ ഉള്ളല്ലോ. ഇത്രയും പോരെ ചേട്ടാ ചേട്ടന്? ചേട്ടാ ഇന്നോ? അതല്ലേ പറഞ്ഞത് ചേട്ടൻ. അതല്ലായിരുന്നു വേണ്ട ഗൈസ്. ഞാൻ ചെയ്ത എന്തോ തെറ്റിപ്പോയി ചേട്ടന് ബർഗർ എന്തോ പറ്റിപ്പോയി ഗൈസ്. അറിയാം ചേട്ടന് എന്തോ സീനായി. അപ്പം അതാണ്. എന്ത് പറ്റി? ഞാൻ ചെയ്ത എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അവിടെ? എന്ത് പറ്റി? അല്ല ഞാൻ എന്ത് പറ്റി അതിന്? ഞാൻ കുറച്ച് പുസ്തകമൊക്കെ പഠിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് ഞാനെല്ലാം പഠിച്ചിട്ടുണ്ട്. നമ്മൾ അറിയാതെ ഇവിടുത്തെ ചീസല്ലേ ഞാൻ വായിച്ചു നോക്കിയില്ലായിരുന്നു. ചീസും പിന്നെ അതല്ല വെച്ച് ചീസ്. അപ്പം നമ്മൾ അറിയാതെ എന്തെങ്കിലും വെച്ച് ഗൈസ്. ഇപ്പം നമുക്കേതായാലും എന്താ ഗൈസ് ഇവിടെ എന്തോ എഴുതിയിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം ഗൈസ്. ഫ്രൈഡാക്കി വന്നിട്ടുണ്ടോ ഗൈസ്? നമുക്ക്
ഗൈസ് നമ്മുടെ ബർഗർ ഏതായാലും ചേട്ടന് കൊടുക്കും. ഗൈസ് നമ്മുടെ ഒരു ബർഗർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ബർഗർ നമുക്ക് കൊടുക്കാം ഗൈസ്. അതും ഇതും മാത്രം മതി ഗൈസ് ചേട്ടന്. മഷ്റൂമും കെച്ചപ്പും അതങ്ങനെ. ചേട്ടന് ഇതൊന്നും വേണ്ട ഗൈസ്. ചേട്ടന് ഇതൊരു ഡയറ്റ് എന്തെങ്കിലും ഒരു സാധനം എടുക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ബർഗറിനുള്ള സാധനം ഐറ്റംസ് എടുത്ത് നമ്മൾ ഇവിടെ ത്രോ ചെയ്താൽ മതി ഗൈസ്. ഉണ്ട് ഇവിടെ നിന്ന് നമുക്ക് ത്രോ ചെയ്ത് നോക്കാം. ഓ അതാണ് ഗൈസ്, ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി ഗൈസ്. നമുക്ക് ഇത് ഇവിടെ ഇരുന്ന് ഒരു ഫ്രൈ ഇടാം കേട്ടോ. ഇപ്പോൾ ഗൈസ് നമ്മുടെ ബർഗറിന് ഫ്രൈഡ് ആയിട്ടുണ്ട്. നമ്മൾ അത് വരുന്നില്ലല്ലോ. നമ്മളേതായാലും ഇതല്ലേ ഇത് നമ്മൾ എടുത്ത് ത്രോ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നു. ത്രോ ചെയ്യണം. ത്രോ ചെയ്ത് അങ്ങിടുന്നു. പിന്നെ നമ്മൾ കെച്ചപ്പ് എടുക്കുന്നു. കെച്ചപ്പ് എടുത്ത് ഇവിടെ ഒഴിക്കുന്നു. പിന്നെ നമ്മൾ ത്രോ ചെയ്യുന്നു. എന്നിട്ട് സാറിന് ബർഗർ കൊടുക്കുന്നു. താങ്ക് യു സോ മച്ച്. സി യു അറൗണ്ട്. അടുത്ത എല്ലാ ദിവസം കാണാനായിരിക്കും. നമ്മുടെ ചേട്ടൻ ഏതായാലും എന്തോ അലാറം അടിച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും ഗൈസ് നമ്മുടെ ഷിഫ്റ്റ് ഏതായാലും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇപ്പം നമ്മൾ ടുമാറോ ആണ് ഗൈസ് വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഷിഫ്റ്റ് ഏതായാലും ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞു. അപ്പം അടുത്ത ഷിഫ്റ്റിൽ ഇതൊക്കെ എന്താണെന്ന് ഗൈസ് എല്ലാം മാറിയല്ലോ ഗൈസ്. നമുക്കൊന്നും അറിയത്തില്ല ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും ഇവിടെ ചെയ്യാം ഗൈസ്. ഹേയ് കിഡ്, ഇപ്പം ഈ ബോസിന് ഇതെന്താ ഗൈസ് നമ്മളെ കിഡെന്നൊക്കെ വിളിക്കുന്നു. അപ്പോൾ ഗ്രേറ്റ് ജോബ്. നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞത്. ഈ പീപ്പിൾ ആൻസ് സംതിങ് ഹോൾഡ് നൈറ്റ്. ഇന്ന് നമ്മൾ ഹോൾഡ് നൈറ്റാണ്. കോഫിയാണ് നമ്മുടെ ഇന്നത്തെ ഇത്. കോഫിയാണ് ഗൈസ് നമ്മൾ ഇന്ന് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഡോണ്ട് വരി, ബെസ്റ്റ് ഫോർ ലക്ക്. നമ്മുടെ ലക്ക് അങ്ങനെയാണ് ഗൈസ്. ഇപ്പം അത് ജംസ്കെയർ ഒന്നും ഇല്ലാതിരുന്നാൽ മതിയായിരുന്നു ചേട്ടാ. യെസ്, ആദ്യം തന്നെ ഫസ്റ്റ് ആൾ തന്നെ വന്ന്. ചേട്ടാ ഇങ്ങനെ ഇട്ട് അടിച്ചുകൊണ്ടിരിക്കാനില്ല. എന്നാ ഏട്ടാ വേണ്ടത്? വാന ഹിയർ എ ജോക്ക് എബൌട്ട് പിസ്സ, എ ചീസി കോഫി. നമുക്ക് കോഫി കെച്ചപ്പ് ഗൈസ്. ഒരു ഹോട്ട് ഡോഗ്, അത് കെച്ചപ്പ് ഇട്ടത് വേണം. പിന്നെ ഒരു കോഫിയും എന്നൊക്കെ ആണോ ഗൈസ് പറയുന്നത്? നമുക്ക് കോഫിക്ക് വേണ്ടി ഗൈസ് നമുക്ക് കപ്പ് എടുക്കണം. കപ്പ് എടുത്തിട്ട് ഇവിടെ വെക്കണമെന്ന് തോന്നുന്നു ഗൈസ്. എനിക്കറിയത്തില്ല ഇതൊന്നും. നമ്മൾ പഠിച്ചില്ലല്ലോ. കോഫി പൗഡർ നമ്മൾ എടുക്കണം ഗൈസ്. എന്നിട്ട് ഇത് കോഫി പൗഡർ തന്നെ അല്ലേ? ഗൈസ് എനിക്കറിയത്തില്ല ഇതിനെ കുറിച്ചൊന്നും. അയ്യോ ഇതൊന്നും എനിക്കറിയത്തില്ല. അയ്യോ നമുക്കേതായാലും ഇതൊക്കെ എടുക്കാം ഗൈസ്. നമ്മളേതായാലും ഇതെടുത്തിട്ടുണ്ട്. നമുക്ക് ഞാൻ ഏതായാലും ഗൈസ് ഒന്ന് പഠിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഗൈസ് ഇതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നമുക്ക് ഗൈസ്. ഇതെടുക്കുക ഗൈസ്, കപ്പ് എടുക്കണമെന്ന്. ഗൈസ് ഇതിനകത്തൊക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇങ്ങനെ മുകളിലാണ് ഗൈസ് വെക്കേണ്ടത്. അപ്പം കോഫി ആയിട്ട് നമുക്ക് ഇങ്ങനെ വരും ഗൈസ്. അങ്ങനെയായിരുന്നു ചെയ്യേണ്ടത്.
ചേട്ടാ ഇപ്പം കോഫി ആവും കേട്ടോ, ഒന്നും പേടിക്കൊന്നും വേണ്ട കേട്ടോ. ചേട്ടാ നമുക്ക് ഈ കപ്പ് എടുത്ത് ഏതായാലും ചേട്ടൻ്റെ തലക്കിട്ട് കയറി അടിക്കാം ഗൈസ്. വേണ്ട, നമുക്ക് ഏതായാലും കപ്പ് എടുത്തിട്ട് ഗൈസ്. അപ്പം നമ്മുടെ കോഫി ഏതായാലും ചേട്ടൻ്റെ റെഡിയായി ഗൈസ്. അപ്പോൾ ചേട്ടാ എന്നാ കോഫി. അപ്പോൾ ചേട്ടൻ്റെ ഒരു കോഫി ഏതായാലും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചേട്ടന് ഒരു ഹോട്ട് ഡോഗ്. അപ്പോൾ ഹോട്ട് ഡോഗിനായിട്ട് ചേട്ടൻ ഞാനിപ്പം വരാവേ ഗൈസ്. ഹോട്ട് ഡോഗിനായിട്ടുള്ള ഇതെന്ത് ബണ്ണ് ഗൈസ്. നമ്മുടെ ഹോട്ട് ഡോഗിനായിട്ടുള്ള ബണ്ണ് എടുക്കാൻ പോയതായിരുന്നു. ഹോട്ട് ഡോഗിനായിട്ടുള്ള ചേട്ടാ ബണ്ണിപ്പം തരാം കേട്ടോ. എല്ലാം ഇപ്പം തരും, എല്ലാം തരും. ചേട്ടനെ പേടിക്കൊന്നും വേണ്ട. അല്ല ചേട്ടൻ ഇത്രയും സാധനമൊക്കെ പറഞ്ഞ് നമുക്ക് ചേട്ടാ നമ്മളങ്ങനെയാണല്ലോ അത് ചേട്ടാ. അതങ്ങനെയാ, അത് നിയമങ്ങളൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഇപ്പം അതും നമ്മൾ ഒരു കെച്ചപ്പ് ഇട്ടൊരു ഇതാണ് പറഞ്ഞ. അപ്പോൾ ചേട്ടാ കഴിക്കൊക്കെ ചെയ്യും. ഇപ്പം നമ്മുടെ ചേട്ടൻ ഏതായാലും ഒരു ഹോട്ട് ഡോഗ് നമ്മൾ വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ നമ്മൾ. എന്നിട്ട് ഗൈസ് അപ്പം നമുക്ക് ഏതായാലും ഇത് അങ്ങോട്ട് പോയി വേണ്ട. ചേട്ടാ ഇന്ന് പിടിച്ചോ. അയ്യോ അറിയാതെ ഗൈസ് ചേട്ടാ പോയി. താങ്ക്സ് ഗോ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചേട്ടൻ പോയി. നമ്മൾ ക്യാഷ് എടുത്തു ഗൈസ്. നല്ല രസമുണ്ട് ഈ മഴയത്ത് ചൂട് കോഫിയൊക്കെ കുടിച്ചിരിക്കാൻ എന്നാ സുഖം ഗൈസ്. അപ്പോൾ അതാണ് ഗൈസ്. ഒരു ചേച്ചി വന്നിട്ടുണ്ട് ഗൈസ്. എന്നാ ചേച്ചി ഗ്രാൻഡ്മയാണ് ഗൈസ്. ഒരു ബർഗറും പിന്നെ ഒരു ഹോട്ട് ഡോഗും പിന്നെ ഒരു സോഡയും ഒരു കോഫി. ഇത് ചേച്ചി ഇത്രയും സാധനമൊക്കെ പറഞ്ഞ് നമുക്ക് പെട്ടെന്നൊന്നും ചെയ്തെടുക്കാൻ പറ്റത്തില്ല കേട്ടോ ചേച്ചി. അപ്പം ചേച്ചി നമുക്ക് ചേച്ചി അത് ചേച്ചി ചേച്ചി ഇപ്പോൾ ഏതായാലും പറഞ്ഞല്ലേ, കുഴപ്പമില്ല ചേച്ചി ഗൈസ്. അപ്പം നമ്മുടെ ചേച്ചിക്ക് ഏതായാലും ഒരു ഇത് വേണമെന്നാണ് പറയുന്നത്. നമുക്ക് ഏതായാലും ചേച്ചിക്ക് നമുക്ക് ഏതായാലും ഗൈസ് ഒരു അതുവരേക്കും നമുക്കൊരു സോഡ എടുക്കാം. അപ്പോൾ അത് റെഡിയാകട്ടെ ഗൈസ്. ചേച്ചി ഇന്ന് വേണ്ടി പിടിച്ചൊരു സോഡ. പിന്നെ ചേച്ചിക്കൊരു വരുവേ. ചേച്ചിക്ക് കപ്പിലാക്കിയല്ലേ തരേണ്ടത്, അല്ലാതെ ചേച്ചിക്ക് ഇങ്ങനെയൊക്കെ തരാൻ പറ്റൂ. അയ്യോ ചേച്ചി സോറി അങ്ങനെ പോലെയായിരുന്നു ചേച്ചി കുറേ നേരം. ഇപ്പം നമ്മുടെ ചേച്ചിക്ക് ഏതായാലും സോഫിയും സോഡയും. ഇനി ഹോട്ട് ഡോഗ് ഉണ്ടാക്കുന്നതാണ് ഗൈസ് കുറച്ച് പാട്. ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ചേച്ചി കസ്റ്റമറിന് നമ്മളൊരിക്കലും വിഷമിപ്പിക്കരുത് ഗൈസ്. നമുക്ക് ഒരിക്കലും നമ്മൾ കസ്റ്റമറെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മളങ്ങനെ കസ്റ്റമറെ വിഷമിപ്പിക്കുക ഒരിക്കലും ചെയ്യരുത്. അതൊക്കെ ഇതാണ് ഗൈസ്. നമ്മളത് പക്ഷെ ഇതൊക്കെ കരിഞ്ഞ് പോകാതെയൊക്കെ നോക്കിക്കോണേ. ഇല്ലെങ്കിലുണ്ടല്ലോ ഗൈസ് നമ്മളറിയാതെ കണ്ണ് വെട്ടി ഇതൊക്കെ കരിഞ്ഞ് പോകാനുള്ള ചാൻസ്. അപ്പോൾ അത് കാരണം നമ്മളിതൊക്കെ കരിഞ്ഞ് പോകാതെ നോക്കണം. അപ്പോൾ നമ്മളേതായാലും അത് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്ത് വരുന്നത്, ചേച്ചിക്ക് എന്ത് വരുന്നത്, ഒരു ഹോട്ട് ഡോഗ് അതും കെച്ചപ്പിട്ടത്. ഇതും കെച്ചപ്പിട്ടതുകൊണ്ട് ഓക്കെ. ഇനി അതിട്ടത് അല്ല കെച്ചപ്പല്ലല്ലോ വേറെ എന്ത് അടുത്തത് സോസ് ഇട്ടുണ്ട്. പിന്നെ ചേച്ചി കുറച്ച് അണയ്ക്കും കേട്ടോ. നമ്മൾ തന്നെ അണച്ചല്ല, അതാണ്. ഇത് ഭയങ്കര ഇതാണ് ചേച്ചി ഹോട്ട് ഡോഗ്. അപ്പോൾ ഗൈസ് ഹോട്ട് ഡോഗും കഴിഞ്ഞ് ഇനി നമുക്ക് ബർഗർ അതിൻ്റെക്ക് ഇതെന്നാ നമുക്ക് ബർഗർ ഇനി ഉണ്ടാക്കണം ഗൈസ്. അയ്യോ എൻ്റെ പൊന്നോ. പിന്നെ ബർഗറിനുള്ള ബണ്ണ് എന്ത് ചെയ്യടേ, ബണ്ണ് ഇവിടെ ഏതായാലും ഇരിപ്പുണ്ട് ഭാഗ്യം. ഇത് കുക്കായിട്ടുണ്ട് നമ്മുടെ ബർഗറിൻ്റെ ബർഗറിൻ്റെ നമുക്കതെല്ലാം ഗൈസ് ഇതും കൂടി അങ്ങോട്ടേക്ക് കയറ്റി വെക്കാം. പിന്നെ ഒരു ചീസ് വേണം ഗൈസ്. ചീസ് വേണമെന്നാണ് പറയുന്നത്. ചേച്ചി പറയുന്ന പോലെ നമ്മൾ ചീസൊക്കെ എടുത്ത് തരും. ചേച്ചി അങ്ങനെയൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട ചേച്ചി. അപ്പം നമ്മൾ ചീസെല്ലാം എടുത്ത് തരുന്നതാണ്. അപ്പം ചീസും പിന്നെ ഇതും വേണം ചേച്ചിക്ക്, ലീഫ്. അപ്പം അതും നമ്മൾ എടുത്തിട്ടുണ്ട് ചേച്ചിക്ക്. പിന്നെ നമുക്ക്
ചീസ്, പിന്നെ ഇതെന്തുവാണ് ഗൈസ്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം ചേച്ചിക്ക് ഏതായാലും അതും കൂടി ഇട്ട് കൊടുക്കാം ഗൈസ്. നമുക്ക് നമ്മൾ ചേച്ചിക്ക് ഏതായാലും അതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇത്രയല്ലേ നമ്മൾ കെച്ചപ്പ് ഒഴിച്ചില്ല ഗൈസ്. കെച്ചപ്പ് ഒഴിച്ചില്ല. നമ്മൾ കെച്ചപ്പ് ഒഴിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ ആദ്യം തൊട്ടുണ്ട നമ്മൾ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ മഷ്റൂമും കൂടി കുറച്ച് ഒഴിച്ചേക്കാം ഗൈസ്. ചേച്ചിക്ക് അത്യാവശ്യം വന്നാൽ ചേച്ചി കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ചേച്ചിക്ക് എന്നാ എടുത്തു, അയ്യോ. അപ്പോൾ ചേച്ചി ഈ മൺസ് ലുക്ക് ലിറ്റിൽ ഡ്രൈ ആൻഡ് ബട്ട് ഗോ ടേക്ക് കെയർ അങ്ങനെ പറഞ്ഞ് ചേച്ചി അങ്ങനെ പോയി ഗൈസ്. ഇപ്പം ഞാൻ മാത്രം ഇവിടെ ഹേ ഓ ഇവിടെ റിങ് അടിച്ചിരിക്കാം ഗൈസ്. ഇതാരാ? ഇത് ജോക്കറല്ലേ? ഇയാളാരാ? ഹേ ദേർ, I had a long day is belongs and I am hungry. Hot dog, coffee please. ഓ ജോക്കർ ചേട്ടനെ കോഫി ഇത് വേണം അല്ലേ? ഒറ്റ അടി വെച്ചത് നല്ലുണ്ടല്ലോ. മനുഷ്യനെ പേടിപ്പിച്ചോളൂ. ഇപ്പോൾ ഹോട്ട് ഡോഗും കോഫിയും വേണം അല്ലേ ചേട്ടനപ്പം? കോഫി എങ്ങനെ കൈസ് എടുത്തു കൊടുക്കും? അപ്പോൾ കോഫി ഏതായാലും കൈസ് ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് കോഫി എടുത്തു കൊടുക്കാം. അപ്പം കോഫി, അപ്പം നമുക്ക് കോഫിയുടെ പൗഡർ എടുത്ത് കൊടുക്കും. അപ്പോൾ കേസ് നമുക്ക് ഏതായാലും നമുക്ക് നമ്മുടെ ജോക്കർ ചേട്ടന് ഒരു കോഫി എടുത്തു കൊടുക്കാം. എന്നാ ജോക്കർ ചേട്ടാ കോഫി. പിന്നെ ഹോട്ട് ഡോഗ് അല്ലേ? ഹോട്ട് ഡോഗ്. അപ്പോൾ ഒരു ഹോട്ട് ഡോഗും കൂടി എടുത്തു കൊടുക്കും. ഇപ്പം ഒരു അതും ഇതൊക്കെ ഇട്ടിട്ടൊരു ഹോട്ട് ഡോഗ് എന്നാണ് പറഞ്ഞതെയോ. നമുക്ക് ഹോട്ട് ഡോഗിനുള്ള സംഭവമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഹോട്ട് ഡോഗിനുള്ള സംഭവം ആയിട്ടുണ്ട്. എന്തായിരുന്നു, ജോക്കർ സാർ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ജോക്കർ ചേട്ടന് ഇത് കൊടുക്കാം. താങ്ക്സ്, ഹിയർ ഗോ. നമുക്ക് ഏതായാലും പിന്നെയും കറണ്ട് പോയി. ഇതെന്ത് കഷ്ടമാണ് നോക്കണേ. ഇത് ജോക്കർ എന്തോ പണി ചെയ്തെന്നാ തോന്നുന്നു. സിനി ഞാൻ അങ്ങോട്ടില്ല ഗൈസ്, എനിക്ക് പേടിയാവുന്നു. ആരും വരല്ലേ, ആരും വരല്ലേ ദേമേ. ജോക്കർ വരുന്ന കാരണമാണ് ഗൈസ് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയത്തില്ല. ജോക്കർ എന്തോ പണി ചെയ്യാറുണ്ട്. പിന്നെ ആ ചേച്ചി വരുന്നത്. ചേച്ചിയല്ലേ നേരത്തെ വന്നത്? ഹലോ, ഒരു ബിയർ. ചേച്ചി ബിയറൊക്കെ അടിക്കൂ? ഓ, ചേച്ചിക്കൊരു കോഫി വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് ഇന്നത്തെ ലിഫ്റ്റോട് കൂടി നമ്മൾ ഏതായാലും ഇത് കളി നിർത്തുവാണ്. അപ്പം അടുത്തൊരു ദിവസം നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇടാം ഗൈസ്. അപ്പം ഇതേതായാലും തീർന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ വെക്കാം നമുക്ക്. അതാ ജോക്കർ ഗൈസ്. ആ ജോക്കർ എനിക്കെന്തോ പന്തയടമുണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് ജോക്കറും പിന്നെ മറ്റേ വേദൊരു പുള്ളിക്കാരൻ അത് ഞങ്ങൾ ചുമ്മാ ഇത് ബിയർ ചേച്ചിക്കൊരു
ബിയർ വേണം ഗൈസ്. ഇപ്പോൾ ചേച്ചി ബിയറല്ലേ ചേച്ചിക്ക് വേണ്ടത്? ബിയറും ഒരു കോഫിയും. അപ്പം ചേച്ചിയുടെ കോഫി താഴെ വീണു. ചേച്ചി താഴെ വീണാലും കുഴപ്പമൊന്നുമില്ല, ടൈൽസൊക്കെ തുടച്ചതാണ്. പിന്നെ ചേച്ചിക്ക് ഒരു ബർഗറും അതും ചീസൊക്കെ ഇട്ട്. ഒരു ബർഗറല്ലേ ചേച്ചിക്ക് വേണ്ടത്? അപ്പം ഒരു ബർഗർ അതും ഇതിട്ടത്. അപ്പം ബർഗറിൻ്റെ സാധനം നമുക്ക് ഇവിടുന്ന് കിട്ടുമായിരിക്കും ഗീസ്. ബർഗറിന് ഇപ്പം നമ്മളേതായാലും ഇവിടുന്ന് ഇറങ്ങി. ഓ കണ്ട ഗീസ്, അതാണ്. അറിയാതെ ഗൈസ്, അത് വേസ്റ്റായിപ്പോയി ഗൈസ്. അറിയാതെ നമ്മളറിയാതെ ചെയ്തു ഗൈസ്. ഇപ്പം നമുക്ക് ഏതായാലും ഇത് അവിടെ കൊണ്ടുപോയി വെക്കാം. ബർഗർ ഒരു ചീസ് ഇട്ടതല്ലേ? ഒരു ബർഗർ അതും ചീസ് ഇട്ടത് ചേച്ചി നമുക്കിപ്പം ഇവിടെ നിന്ന് എടുക്കാം ഗൈസ്. ഇപ്പോൾ ചേച്ചി ഇവിടെ എല്ലാ സാധനം ഐറ്റംസും ഉണ്ട്. അതാണ് പറയുന്നത് ഈ കട കുറച്ച് ഇതാണെന്ന് ഗൈസ്. അപ്പം ഗൈസ് ഈ ബോസ് ആണെന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് കോഫിയും മറ്റ് സാധനങ്ങളൊക്കെ ചെയ്ത്. അപ്പോൾ നമുക്ക് ഏതായാലും ഗൈസ് ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഗൈസ് ഇതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബർഗർ കൊണ്ടുപോയി ചേച്ചി ഇന്ന് പിടിച്ചു. അയ്യോ അറിയാതെ എന്തോ പറ്റി ഗൈസ്. ആ ബർഗർ എന്തോ ചേച്ചി കുഴപ്പമില്ലല്ലോ, ചേച്ചിക്ക് അടുത്ത ബർഗർ ഇട്ടാൽ പോരെ. അതറിയാതെ എന്തോ പറ്റി ഗൈസ്. എന്തോ ഞാനറിയാതെ തെറ്റായി എന്തോ ചെയ്തു. അപ്പം നമുക്ക് ഒരിതും കൂടി വേണം. ഹോട്ട് ഡോഗിൻ്റെ ഇതെന്തായാലും ബർഗറിൻ്റെ കിട്ടി. കേസ് നമുക്ക് ഏതായാലും അത് തെറിച്ചു. കേസ് ബർഗറിനെ നമ്മളേതായാലും റെഡിയാക്കണം കേസ്. നമുക്കത് നമ്മൾ ഇത് ഇട്ടിട്ടുള്ളായിരുന്നു. ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കാം കേസ്, മറ്റേതുണ്ടാക്കി കൊടുക്കാം. ഒരെണ്ണം ഒക്കെ ഉണ്ട് കേസ്. ഇതേണ്ട ഇതുണ്ടാക്കി കൊടുക്കാം കേസ്. ഉണ്ട് ഈ ബർഗർ നമുക്ക് ഇതൊക്കെ കൊടുത്തു. അതവിടെ പോയി. എവിടെ പോയി മറ്റേ? അയ്യോ അറിയാതെ ലീഫ് എന്ത് ചെയ്യടേ? അടി വല്ല പോയോ? എവിടെ പോയെന്ന് നമുക്കൊന്നും അറിയില്ല. നമുക്ക് ഏതായാലും കൈസ് ചേച്ചിക്ക് ഒരു ബർഗർ അതും ചീസ് ഇട്ടതല്ലേ? ചേച്ചിക്ക് ഒരു ചീസ് ഇട്ട ബർഗറും കൂടി. അപ്പം ഈ ബർഗർ ഏതായാലും ഇനി ചീസും ഇതും ഇട്ടത് ഒരു ബർഗറും കൂടി ചേച്ചിക്ക് വേണം അറിയുന്നത്. അത് നമ്മൾക്ക് ഇവിടെ ഏതായാലും ഇട്ട് കൊടുക്കും ഗീസ്. അപ്പോൾ ഗൈസ് നമ്മളേതായാലും ബർഗർ എടുത്തിട്ട് ഇവിടെ വെക്കുന്നു, ഇതെടുക്കുന്നു, ഇവിടെ വെക്കുന്നു, പിന്നെ ഇതെടുക്കുന്നു, പിന്നെ ഇവിടെ യൂസ് ചെയ്യും. ചേച്ചിക്കൊക്കെ കുറച്ച് പാടാണ് ഗൈസ്, ഇത്രയും സാധനമൊക്കെ കൊടുക്കണ്ടേ. ഇത് പിന്നെ എന്തായിരുന്നു ചീസ് അല്ലേ? ചീസ് മതിയല്ലോ. അല്ല ഇത് കുറച്ച് കൂടുതൽ ഒഴിക്കണമായിരിക്കും ഗൈസ്. ഇത് കൊഴിച്ചില്ലേലുണ്ടല്ലോ ഗൈസ്, ചേച്ചിക്ക് ഇപ്പോൾ ദേഷ്യം വന്ന് എന്നെ അടിച്ച് കാണും. അപ്പോൾ അത് കാരണം നമുക്ക് ഏതെല്ലാം ചേച്ചിക്ക് കൊടുക്കാം. താങ്ക്സ്. ഒരു കോഫി വേണ്ട ഗൈസ്. മറ്റേ അവിടെ കിടക്കുന്ന ബർഗർ കണ്ടോ ഗൈസ്?
അത് നമ്മൾ എറിഞ്ഞിട്ടാണ് നേരത്തെ, അപ്പോൾ അതറിയാതെ പൂത്തുപോയി ഗൈസ്. ഒരു ചേട്ടനും കൂടി വന്നു ഗൈസ്. മൈ വൈഫ് ലിഫ്റ്റ് മീ. ഈ ചേട്ടനല്ലേ എന്തോ പറഞ്ഞത് നമ്മളോട് ഗൈസ്. ബിയറാണോ? 4 ബിയറോ? ചേട്ടാ ഇത്രയൊന്നും കുടിക്കല്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതാ ഇത്രയൊന്നും കുടിക്കല്ലെന്ന്. ചേട്ടൻ ഇത്രയൊക്കെ കുടിച്ചോ കരള്? ഞാൻ നേരത്തെയും കൂടി പറഞ്ഞേ ഉള്ളൂ ചേട്ടനോട്. ചേട്ടനെ കണ്ടാൽ കുടിക്കത്തില്ല. ചേട്ടന് 4 ബിയർ ചേട്ടാ. വൈഫ് എനിക്കറിയത്തില്ല കേട്ടോ ചേട്ടാ. ഏതായാലും ചേട്ടൻ്റെ ഇതില്ല കേസ്. നമുക്ക് കസ്റ്റമർ പറയുന്ന എന്താണോ നമ്മൾ അതനുസരിക്കും കേസ്. ഇപ്പോൾ 4 ബിയർ ചേട്ടന്. അപ്പോൾ 4 ബിയർ നമ്മൾ ചേട്ടന് എടുത്ത് കൊടുക്കാം കേസ്. താങ്ക്സ്, സി യു എർ. അപ്പോൾ കേസ് അതും കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പോൾ കേസ് നമ്മുടെ ഇന്നത്തെ ജോലി തീർന്നെന്നാണ് തോന്നുന്നത്. അപ്പം ഷിഫ്റ്റ് എൻഡ് ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. അല്ല, ഗെയിം അവസാനിച്ചില്ല കേസ്. അപ്പം നമ്മളേതായാലും 3 ഡേയ്സാണ് നമ്മൾ കഴിഞ്ഞത്. അപ്പം ഇനി ബാക്കി 3 ഡേയ്സ് കൂടെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഇന്നത്തോടെ ലിഫ്റ്റ് തീർന്നിരിക്കുകയാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏതായാലും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. അപ്പം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഏതായാലും വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കേതായാലും അപ്പം എല്ലാവർക്കും ബൈ ബൈ.